ഹലോ എല്ലാവർക്കും നേച്ചർ റൂട്ട്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഇനത്തിൽ പെടുന്ന പയറിനെക്കുറിച്ചാണ്. ഇതാണ് ചതുരപ്പയർ. ഇറച്ചിപ്പയർ എന്നൊക്കെ പലയിടങ്ങളിലും പറയുന്നുണ്ട്. തായ്ലൻഡിലും ചൈനയിലും ഒക്കെ ഇതിനെ അറിയപ്പെടുന്ന ഡ്രാഗൺ ബീൻസ് എന്ന പേരിലാണ്. കൂടാതെ 4 ആംഗിൾ ബീൻസ്, മാനില ബീൻസ്, ഡെൻഡർ ബീൻസ് എന്നിങ്ങനെയൊക്കെയുള്ള പേരുകളിലും ഈ ഒരു പയറിനം അറിയപ്പെടുന്നുണ്ട്. പണ്ട് കാലങ്ങളിൽ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഒരുപാടായിട്ട് കൃഷി ചെയ്തിരുന്ന ഒരു പയറിനമാണിത്. ഇപ്പോൾ അധികം ആൾക്കാരൊന്നും ഇത് കൃഷി ചെയ്യാറില്ല. ഇതിൽ മറ്റ് ഇനങ്ങളിലുള്ള പയറിനങ്ങളെക്കാളും 8 ഇരട്ടിയോളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. പയറ് മാത്രമല്ല, ഇലയും പൂവും തണ്ടുമൊക്കെ നമുക്ക് പാചകത്തിൽ ഉൾപ്പെടുത്താനായിട്ട് പറ്റും. ഒരു വട്ടം ഈ ഒരു പയറ് ചെടി നട്ടാൽ 8 വർഷത്തോളം നമുക്ക് ഇതിനകത്തുനിന്ന് കായ്ഫലം കിട്ടും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, മറ്റ് പയറുകളെ അപേക്ഷിച്ച് ഈ പയറിനൊരു വ്യത്യാസം കൂടിയുണ്ട്. ഇതിൻ്റെ വേരുകളിൽ ഒരു തരത്തിലുള്ള കിഴങ്ങ് കൂടി പിടിക്കും. ഈ കിഴങ്ങ് നമുക്ക് ഫുഡിലൊക്കെ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒന്നാണ്. ഭൂമിയുടെ മുകളിലുള്ള ചെടി, അതായത് പയറിൻ്റെ ചെടി കരിഞ്ഞു പോയാലും ഭൂമിക്കടിയിലുള്ള കിഴങ്ങ് അതുപോലെ തന്നെ ഉണ്ടാകും. പിന്നീട് ഇത് പൊട്ടിമുളച്ച് വീണ്ടും പയറ് ചെടിയായിട്ട് തന്നെ മാറും. ഒരു ചതുര പയറിന് മാക്സിമം 15 സെൻറ്റിമീറ്ററോളം നീളം ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഒരു വിത്ത് സാധാരണ പയറിനങ്ങളെ പോലെ തന്നെ പെട്ടെന്നൊന്നും കിളിക്കത്തില്ല. അതിന് പകരം കുറഞ്ഞത് ഒരു 10 ദിവസമെങ്കിലും എടുത്തു അതിനകത്തുനിന്നൊരു കിളിർപ്പ് പൊട്ടി വരാനായിട്ട്. പക്ഷെ വെള്ളത്തിൽ കുതിർത്തി നടുവാണ് ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ മുള പൊട്ടുകയും ചെയ്യും. ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ നമുക്ക് ഈ ഒരു പയറിനം നടാൻ സാധിക്കും. നവംബർ അല്ലെങ്കിൽ ഡിസംബർ മാസങ്ങളിലൊക്കെ നമുക്കിതിൻ്റെ വിളവെടുക്കാനും സാധിക്കും. ചതുരപ്പയർ ഒരു സീസണൽ പച്ചക്കറി കൂടിയാണ്. അപ്പോൾ ഈ ഒരു സീസണിൽ മാത്രമേ ഇതുണ്ടാകത്തുള്ളൂ. പ്രത്യേകിച്ച് തണുപ്പുള്ള സമയത്താണ് ഇതിൽ പൂവിടുന്നതും കായ്ക്കുന്നതും ഒക്കെ. അപ്പോൾ നവംബർ ഡിസംബറിൽ മാത്രമേ നമുക്കിതിനെ വിളവെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഈ ഒരു പയർ ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ കിട്ടാനുണ്ട്. വിറ്റാമിൻ എ, വിറ്റാമിൻ സി എന്നീ ധാതുക്കളൊക്കെ കൊണ്ട് ഒരുപാട് സമ്പുഷ്ടമാണ് ഈ ഒരു പയറിനം. നമ്മുടെ ശരീരത്തിനുള്ളിലുള്ള ഇമ്മ്യൂണിറ്റി സിസ്റ്റം ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഈ ഒരു പയർ നമ്മളെ സഹായിക്കും. അതുമാത്രമല്ല, അണുബാധ, മറ്റ് രോഗങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നത് തടയാനായിട്ടും ഈ പയറിലുള്ള വിറ്റാമിൻ എയ്ക്കും വിറ്റാമിൻ സിക്കും ഒക്കെ ഒരു കഴിവുണ്ട്. ധാരാളം നാരുകൾ അടങ്ങിയ ഒരു പച്ചക്കറി കൂടിയാണ് ചതുരപ്പയർ. ഈ ഒരു പയറിനത്തിൽ കലോറി വളരെ കുറവാണ്. അതുമാത്രമല്ല, ഈ പയറിൽ ധാരാളം നാരുകളുമുണ്ട്. ഈ നാരുകൾ ശരീരഭാരം കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു. ഇതിലുള്ള നാരുകൾ വയറ്റിൽ തിങ്ങി നിന്ന് ലഘുഭക്ഷണം കഴിക്കുന്നതിൽ നിന്നും തടയുന്നു. അതുമാത്രമല്ല, നിരന്തരമായിട്ടുണ്ടാകുന്ന വിശപ്പ് എന്ന തോന്നൽ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ഗർഭിണികൾ ഈ ഒരു പയർ അവരുടെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. ഗർഭസ്ഥ ശിശുവിന് ഉണ്ടാകാൻ സാധ്യതയുള്ള തകരാറുകൾ അല്ലെങ്കിൽ ഡെലിവറി സമയത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ തടയാനായിട്ട് ഈ ഒരു പയറിന് കഴിവുണ്ട്. അതുമാത്രമല്ല, ഗർഭിണികളിൽ ഉണ്ടാകുന്ന അനീമിയ എന്ന അവസ്ഥ തടയാനും ഈ ഒരു പയറിനത്തിന് കഴിയും. മഗ്നീഷ്യം ധാരാളമായിട്ട് അടങ്ങിയ ഒരു പയറിനമായത്. അതുകൊണ്ട് തന്നെ ഉളുക്ക് കൊണ്ടുണ്ടാകുന്ന വീക്കങ്ങൾക്കൊക്കെ ഈ ഒരു പയർ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുമാത്രമല്ല, സന്ധിവാതം ബാധിച്ച വ്യക്തികൾ ഇത് കഴിക്കുന്നതും വളരെ നല്ലതാണ്. തൈമിൻ എന്ന ഘടകം ധാരാളമായിട്ട് അടങ്ങിയ ഒരു പച്ചക്കറിയാണ് ചതുരപ്പയർ. കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും പരിഹരിക്കാനായിട്ട് ഈ ഒരു ചതുരപ്പയറിന് സാധിക്കും. ഗ്ലോക്കോമ, തിമിരം എന്നീ പ്രശ്നങ്ങൾ തുടക്കത്തിൽ തന്നെ തടയാനായിട്ട് ചതുരപ്പയറിലെ തൈമിന് സഹായിക്കും. ന്യൂറോൺസിൻ്റെയും കണ്ണിൻ്റെയും തലച്ചോറിൻ്റെയും ഒക്കെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനായിട്ടും സഹായിക്കും. വിറ്റാമിൻ ഡി, കാൽഷ്യം എന്നിവ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ പ്രമേഹത്തിൻ്റെ ആരംഭത്തിൽ തന്നെ അത് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു. പയറിലുള്ള വിറ്റാമിൻ ഡി പാൻക്രിയാറ്റിക് സെല്ലുകളെ സ്വാധീനിച്ച് രക്തത്തിലുള്ള ഇൻസുലിൻ്റെ അളവ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു. ഇതിലൂടെ പ്രമേഹം തടയാനും കഴിയുന്നു.
ചതുരപ്പയറിൽ അടങ്ങിയിരിക്കുന്ന ഫോസ്ഫറസ് ഊർജം നൽകാനായിട്ട് സഹായിക്കുന്നു. ഇതിലൂടെ ക്ഷീണം, പേശിയിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ, ബലഹീനത, മരവിപ്പ്, കോച്ചിപ്പിടുത്തം എന്നിങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളെ തടയാനായിട്ടും പറ്റുന്നു. പയറിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര പോലെയുള്ള ഗ്ലൂക്കോസ്, ഫാക്ടോസ്, സൂക്രോസ്, ലാക്ടോസ്, ഗാലക്ടോസ്, മാൾട്ടോസ് എന്നീ ഘടകങ്ങളൊക്കെ ശരീരത്തിന് നല്ല രീതിയിലുള്ള ഊർജം നൽകുന്നുണ്ട്. പയറിലുള്ള വിറ്റാമിൻ എ, വിറ്റാമിൻ സി എന്നീ ഘടകങ്ങൾ സൗന്ദര്യം വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നു. മുഖത്തും കൈകാലുകളിലൊക്കെ ഉണ്ടാകുന്ന ചുളിവുകൾ മാറ്റി ചർമ്മത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാനായിട്ട് സഹായിക്കുന്നു. ഇരുമ്പ്, ചെമ്പ്, കാൽഷ്യം, ഫോസ്ഫറസ്, മാംഗനീസ്, മഗ്നീഷ്യം എന്നിവയാൽ സമ്പുഷ്ടമായ ഒരു പച്ചക്കറിയാണ് ചതുരപ്പയർ. ഇത് കുട്ടികളിൽ ഉണ്ടാകുന്ന പോഷകക്കുറവിനെ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ മുലയൂട്ടുന്ന അമ്മമാർ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ചതുരപ്പയർ ആഴ്ചയിൽ ഒരു 2 ദിവസമെങ്കിലും നമ്മുടെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. തലവേദന, മൈഗ്രെയിൻ പോലെയുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാനായിട്ട് ഇത് സഹായിക്കുന്നു. ചതുരപ്പയറിൽ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്ന ഒരു ഘടകമാണ് പ്രോട്ടീൻ. ഇത് പേശികളുടെയൊക്കെ പ്രശ്നങ്ങളെ സഹായിക്കുന്നു. അതുവഴി ശരീരത്തിന് നല്ല ആരോഗ്യം പ്രദാനം ചെയ്യുന്നു. ചതുരപ്പയറിൽ ഒരുപാടായിട്ട് അടങ്ങിയിരിക്കുന്ന മാംഗനീസ് ആസ്മ പോലെയുള്ള പ്രശ്നങ്ങളെ തടഞ്ഞ് ശ്വാസകോശത്തെ മെച്ചപ്പെടുത്തുകയും അതുവഴി നല്ല രീതിയിലുള്ള ശ്വസനം പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. ഫോളിക് ആസിഡിൻ്റെ ഉറവിടമാണ് ചതുരപ്പയർ. എല്ലാ ദിവസവും ഭക്ഷണത്തിൽ ഇത് ഉൾപ്പെടുത്തുന്നത് വഴി രക്തത്തിൻ്റെ അളവ് കൂട്ടാനും വിളർച്ചയെ തടയാനും സഹായിക്കുന്നു. മറ്റു പയർ വർഗ്ഗങ്ങളെക്കാളും 4 ഇരട്ടി കാൽഷ്യം അടങ്ങിയ പയറാണ് ചതുരപ്പയർ. ഇത് അസ്ഥികളിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും തേയ്മാനം അതുകൊണ്ടുണ്ടാകുന്ന വേദനകളെ കുറയ്ക്കാനും ഈ ഒരു പയർ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് മുതിർന്നവർ കൂടുതലായി ഉപയോഗിക്കുന്നതും വളരെ നല്ലതാണ്. പല്ലിൻ്റെയും നഖത്തിൻ്റെയൊക്കെ ആരോഗ്യത്തിന് ഈ ഒരു പയർ വളരെ ഉപകാരം ചെയ്യുന്നു. ഇരുമ്പിൻ്റെ അംശം ഉയർന്ന അളവിലുള്ള ഒരു പയർ വർഗ്ഗമാണ് ചതുരപ്പയർ. ഇതുവഴി രക്തത്തിൻ്റെ അളവ് കൂട്ടി ശരീരത്തിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് നിലനിർത്താനായിട്ട് സഹായിക്കും. കൂടാതെ RBC സെൽസിൻ്റെയൊക്കെ കൗണ്ട് കൂട്ടാനും ഇത് സഹായിക്കുന്നു. ചതുരപ്പയറിൽ ധാരാളമായിട്ട് ഫൈബർ അടങ്ങിയിട്ടുണ്ട്. ഇത് ദഹനം മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കും. ഫൈബർ ശരീരത്തിലുള്ള മാലിന്യങ്ങളെ പുറന്തള്ളുന്നത് വഴി മലബന്ധം തടയാനായിട്ട് കൂടി സഹായിക്കും. പയറിലുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ DNA ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ തടയാനായിട്ട് കൂടി സഹായിക്കും. അതുമാത്രമല്ല ചർമ്മത്തിൻ്റെ ഇലാസ്തികത നിലനിർത്തി ശരീരത്തെ വെള്ളത്തിൻ്റെ അളവ് നിലനിർത്താനായിട്ടും ഈ പയർ സഹായിക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരുപാട് ഗുണങ്ങളുള്ള ഒരു നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഇപ്പോൾ കാണാൻ പറ്റാത്തതുമായിട്ടുള്ള, അതായത് ഇപ്പോൾ കൃഷി അധികം ചെയ്യാത്തതുമായിട്ടുള്ളൊരു പയർ ഇനം കൂടിയായത്. അപ്പോൾ ഒരു വിത്ത് കിട്ടിയാലും അതൊന്നും കൈവിടരുത്. എവിടെയെങ്കിലുമൊക്കെ വെച്ച് നട്ടുപിടിപ്പിച്ച് വളർത്തി വലുതാക്കുക. നല്ല സംരക്ഷണം, അധികം സംരക്ഷണമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അത് ചില മറ്റ് പയറിനങ്ങളിൽ രോഗബാധയൊക്കെ വരുന്നത് പോലെ ഇതിൽ പെട്ടെന്നൊന്നും രോഗബാധയൊന്നും ഏൽക്കാറില്ല. വേഗം തന്നെ വളരും. പെട്ടെന്ന് തന്നെ നമുക്ക് വിളവെടുക്കാനും ഒക്കെ ആയിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. കൂട്ടത്തിൽ ചാനൽ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ പ്ലീസ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം.